നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാമ്പുകടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ അങ്കമാലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 10 വയസ്സുകാരൻ അനോഷ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടതായി അപ്പോളോ അഡ്ലക്സ് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോടാലി കടമ്പോടുള്ള വീട്ടിൽ ഹാളിൽ നിലത്തു കിടന്നുറങ്ങുകയായിരുന്ന അനോഷിനും സഹോദരൻ ആൽജോയ്ക്കും കഴിഞ്ഞ 19 പുലർച്ചെ 2 മണിയോടെ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഭക്ഷണത്തിലെ അസ്വാഭാവികതയാണെന്ന് കരുതി ആദ്യം ജീരകവെള്ളം നൽകിയെങ്കിലും 5 മണിയോടെ കുട്ടികൾ കുഴഞ്ഞു വീണു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിൽ നിന്നും അതീവ വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിനെ കുറിച്ചുള്ള വിവരം ഉടൻ ആശുപത്രിയിൽ അറിയിക്കാൻ കഴിഞ്ഞത് ചികിത്സയിൽ നിർണായകമായി. 10 വയസ്സുള്ള അനോഷിനെയും 8 വയസ്സുള്ള സഹോദരൻ ആൽജോയെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ ആൽജോ മരണത്തിന് കീഴടങ്ങി. ശ്വാസതടസ്സവും നാഡീവ്യൂഹത്തെ ബാധിച്ച തളർച്ചയും കാരണം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അനോഷിനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഉടൻ തന്നെ വെന്റിലേറ്ററിൽ വിദഗ്ധ ചികിത്സയ്ക്കായി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 15 വിദഗ്ധ മെഡിക്കൽ ടീം കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള തീവ്രശ്രമങ്ങൾ ആരംഭിച്ചു. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ച സ്ഥിതിയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്റർ, എക്മോ, ആന്റിസ്നേക് വെനം, ബ്രോങ്കോസ്കോപ്പി തുടങ്ങിയ ലൈഫ് സേവിംഗ് സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിയിലൂടെ ട്യൂബ് ശരിയായ സ്ഥാനത്തേക്ക് മാറ്റുകയും വായുസഞ്ചാരം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ശ്വാസനാളത്തിലെ മുറിവ് തുന്നിച്ചേർക്കുന്ന സങ്കീർണമായ ശസ്ത്രക്രിയ സുരക്ഷിതമാക്കാൻ അനോഷിനെ എക്മോ ചികിത്സയ്ക്കും വിധേയനാക്കി. അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ ആദ്യത്തെ പീഡിയാട്രിക് എക്മോ ചികിത്സയായിരുന്നു ഇത്. ചികിത്സയോട് അതിവേഗം പ്രതികരിച്ച അനോഷിനെ 3 ദിവസത്തിനുള്ളിൽ തന്നെ എക്മോ വെന്റിലേറ്റർ സഹായങ്ങളിൽ നിന്നും മാറ്റാൻ സാധിച്ചു. തുടർന്ന് സാധാരണ നിലയിലേക്ക് മടങ്ങിയ അനോഷ് പരസഹായമില്ലാതെ ഭക്ഷണം കഴിക്കാനും നടക്കാനും ആരംഭിച്ചു. മികച്ച ചികിത്സ ലഭ്യമാക്കിയ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും കുട്ടിയുടെ കുടുംബം നന്ദി അറിയിച്ചു. നമ്മൾ പരിചയിക്കും, അത് നമ്മൾ പരിശ്രമിക്കും, സൗഖ്യം കൊടുക്കുന്ന ദൈവം. അപ്പോൾ രണ്ടുപേരുടെയും ഒരു കമ്പൈൻഡ് എഫേർട്ടിൽ ഒരു അനോഷിനെ തിരിച്ച് ജീവിതത്തിലോട്ട് ദൈവം നടത്തിയതിന് നമുക്കൊരു പങ്ക് വഹിച്ചതിനുള്ള ഒരു ഇതുകൂടെ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ പലരും നമ്മളെ വിളിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കൊച്ചിൻ്റെ സ്ഥിതി എന്താണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്ക് വളരെയധികം സന്തോഷത്തോടെ പറയാൻ പറ്റും കാര്യങ്ങളിലൂടെയാണ് ആ ഞായറാഴ്ച കടന്നുപോയത്. രാവിലെ ഈ 9 മണിക്ക് ഇങ്ങനെ ഒരു എമർജൻസി സർജറി വേണം എന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ വരുമ്പോൾ ഇത്രയും ഒരു വികാരപരമായ രംഗങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൺഡേ ആയിട്ട് എമർജൻസി സർജറിക്ക് പോകണമെന്ന് വീട്ടിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു TV ന്യൂസ് നാട് മുഴുവൻ പരക്കുന്നതും 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റു, ഒരു കുട്ടി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയാം. അപ്പൊ അതിനുശേഷം സാറ് പറഞ്ഞതുപോലെ തീർച്ചയായും ഞങ്ങൾ ഇതിന് മുൻപ് സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കേണ്ടി വന്നു. പാമ്പ് വിഷമേറ്റ് ജീവൻ ബാക്കിയുണ്ടോ എന്ന് സംശയം ഉള്ള ഒരു ശരീരത്തിൽ 12 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു മേജർ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരിക. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കാർ അപകടത്തിൽ പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിലായിരുന്നു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പൗരാവകാശത്തിനായി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു ഡിജോ കാപ്പൻ. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്കുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഡിജോ കാപ്പൻ ശ്രദ്ധേയനായത്. കഴിഞ്ഞ വർഷമാണ് ഇദ്ദേഹത്തിന് കാർ അപകടത്തിൽ പരിക്കേറ്റത്. മാധ്യമ ചർച്ചകളിലെ നിരന്തര സാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സ്ഥാപിച്ചത് ഡിജോ കാപ്പനാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. കേരള കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനം KC-യിലൂടെയാണ് പൊതുരംഗത്തേക്കുള്ള തുടക്കം. 1982 കേരള സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയായി KSUടെയും യൂത്ത് ഫ്രണ്ടിന്റെയും സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1998 സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയും നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തി. ഗതാഗതം, വൈദ്യുതി മേഖലയിലെ കൺസ്യൂമർ ഫോറങ്ങളുടെ അമരക്കാരനായും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഭാര്യ മിനി കാപ്പൻ കേരള സർവകലാശാല പ്ലാനിംഗ് വിഭാഗം മേധാവിയാണ്. കോട്ടയം ഭരണങ്ങാനം ഇടമറ്റം സ്വദേശിയാണ് ഡിജോ കാപ്പൻ. ഇടുത്തിയായി
പാചകവാതക വില. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂടിയത് 993 രൂപ. വെള്ളിയാഴ്ചത്തെ വർധനവോടെ വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയാണ് പുതിയ വില. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 3-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വെള്ളിയാഴ്ചത്തെ വർധനവോടെ വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയാണ് പുതിയ വില. തുടർച്ചയായുണ്ടാകുന്ന ഈ വർധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കും. പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുന്നതോടെ വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അതേസമയം പെട്രോൾ, ഡീസൽ വിലകളിൽ നിലവിൽ മാറ്റമില്ല. നിലവിൽ പ്രീമിയം പെട്രോളുകൾ, അന്താരാഷ്ട്ര വിമാന സർവീസുകളുള്ള ഇന്ധനം എന്നിവയ്ക്ക് ആഗോള വിപണിക്ക് അനുസൃതമായ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിൽ തുടരുകയാണ്. അതിനിടെ മെയ് 1 മുതൽ ഗാർഹിക പാചകവാതക ബുക്കിംഗിൽ പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നു. നഗരപ്രദേശങ്ങളിൽ ഇനി മുതൽ 25 ദിവസത്തിലൊരിക്കൽ മാത്രമേ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാണ്. അനുവദിച്ച സമയപരിധിക്ക് മുമ്പുള്ള ബുക്കിംഗുകൾ സിസ്റ്റം സ്വയം ബ്ലോക്ക് ചെയ്യും. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ സംയുക്തമായാണ് ഈ തീരുമാനമെടുത്തത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,965 രൂപയും പവന് 1,11,720 രൂപയും രേഖപ്പെടുത്തി. നെന്മണിക്കര കണക്കൻകാട് മണികണ്ഠൻ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിന്ധുവാണ് ഭാര്യ. സിന്ധു കൃഷ്ണ, മാനവ് കൃഷ്ണ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.